നമസ്കാരം. ഈ കൊച്ചു കേരളത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത്? പലതും പച്ചയ്ക്ക് പുറത്തു വന്നു എന്നത് തന്നെയാണ് സത്യം. ഇതൊക്കെ നടന്നുകൊണ്ടിരുന്നു. അതിപ്പോൾ പൂർണ്ണമായും പുറത്തു വന്നു. സിദ്ദിഖിനെതിരായ പരാതി പുറത്തു വന്നപ്പോൾ സത്യത്തിൽ രതിവൈകൃതങ്ങളുടെ ആദ്യ പ്രതികരണം പുറത്തു വന്നു എന്നുള്ളതാണ് വാസ്തവം. തൈരും മീൻകറിയും കഴിക്കുമ്പോഴും അശ്ലീലം കാണാൻ സാധിക്കുന്നവരെയൊക്കെ എന്ത് പറയാനാണോ എന്തോ എന്ന് കരുതുമ്പോഴാണ് സംവിധായകൻ രഞ്ജിത്തിനെതിരെ ഒരു പുരുഷൻ തന്നെ പീഡന പരാതിയുമായി രംഗത്ത് വരുന്നത്. ഇതോടെ സിദ്ദിഖാണോ മുൻപിൽ, രഞ്ജിത്താണോ എന്നുള്ള ചോദ്യവും സോഷ്യൽ മീഡിയയിൽ ഉയരാൻ തുടങ്ങി. എന്തായാലും നടൻ സിദ്ദിഖ് പീഡിപ്പിച്ചതായ ജൂനിയർ ആർട്ടിസ്റ്റിന്റെ പരാതി മജിസ്ട്രേറ്റിന് മുൻപിൽ മൊഴിയായി രേഖപ്പെടുത്തുന്നതോടെ പരാതിക്കാരിക്ക് ഇനി ഒരിക്കലും ഈ മൊഴി മാറ്റാൻ കഴിയില്ല. പരാതിയുടെ അടിസ്ഥാനത്തിൽ സിദ്ദിഖിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തിയിട്ടുണ്ടെങ്കിലും എല്ലാ വശങ്ങളും പരിശോധിച്ച് മാത്രം തുടർ നടപടി സ്വീകരിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനമെന്നതാണ് എല്ലാ വശങ്ങളും പരിശോധിച്ച് മാത്രം തുടർ നടപടി സ്വീകരിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനമെന്നതാണ് സൂചന. ദേശീയ വാർത്താ ഏജൻസിയായ ANI ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്ക് മുൻപ് നൽകിയ പ്രതികരണങ്ങളും മജിസ്ട്രേറ്റിന് മുൻപിൽ നൽകിയ മൊഴിയോടൊപ്പം അന്വേഷണ സംഘത്തിന് പരിശോധിക്കേണ്ടതായും വരും. സിനിമ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞ് തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി സിദ്ദിഖ് പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് പരാതിക്കാരി ആരോപിച്ചിരിക്കുന്നത്. തന്നെ ട്രാപ്പിലാക്കിയാണ് ഉപദ്രവിച്ചത് എന്നും അവർ പറയുന്നു. പീഡനം തുറന്നു പറഞ്ഞതിനാൽ തന്നെ സിനിമയിൽ നിന്ന് ഒഴിവാക്കിയെന്നും ജൂനിയർ ആർട്ടിസ്റ്റായ നടി വ്യക്തമാക്കിയിട്ടുണ്ട്. +2 കഴിഞ്ഞു നിൽക്കുന്ന സമയത്താണ് സോഷ്യൽ മീഡിയ വഴി സിദ്ദിഖ് ബന്ധപ്പെട്ടതെന്നാണ് പരാതിക്കാരി പറയുന്നത്. ഫേക്കായിട്ട് തോന്നുന്ന ഒരു അക്കൗണ്ടിലൂടെയാണ് മെസ്സേജ് അയച്ചതെന്നും പരാതിക്കാരി പറഞ്ഞതിനാൽ ഈ അക്കൗണ്ടിന്റെ വിശദാംശവും പോലീസിന് ഇനി ലഭിക്കേണ്ടതുണ്ട്. തൻ്റെ സുഹൃത്തുക്കൾക്ക് അടക്കം പലർക്കും ഈ അക്കൗണ്ട് വഴി സിദ്ദിഖ് മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്നും വെളിപ്പെടുത്തൽ ഉള്ളതിനാൽ ഈ സുഹൃത്തുക്കളുടെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തും. സുഖമായിരിക്കട്ടെ എന്ന ഒരു സിനിമയുടെ പ്രിവ്യൂ ഷോ കണ്ടതിനു ശേഷം മസ്കറ്റ് ഹോട്ടലിൽ വെച്ച സിനിമ ചർച്ച ചെയ്യാമെന്നാണ് സിദ്ദിഖ് പറഞ്ഞതായിട്ടാണ് അവർ പറയുന്നത്. താൻ അവിടെ പോകുന്നത് അദ്ദേഹം അങ്ങനെ വിളിച്ചതുകൊണ്ടാണ് എന്നും നടി പോലീസിന് നൽകിയ മൊഴിയിലും ആവർത്തിച്ചിട്ടുണ്ട്. സിദ്ദിഖ് അവിടെ അദ്ദേഹത്തിന്റെ റൂമിൽ വെച്ച് തന്നെ ബലാത്സംഗം ചെയ്യുകയും ഉപദ്രവിക്കുകയും അടിക്കുകയും തൊഴിക്കുകയും ട്രാപ്പിലാക്കുകയും ചെയ്തതായാണ് നടി പറയുന്നത്. സിനിമയെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടെ അപ്രതീക്ഷിതമായിട്ടാണ് ആക്രമണമുണ്ടാകുന്നതെന്നും ആ ഹോട്ടലിലെ പലർക്കും ഇതൊക്കെ അറിയാമെന്നുമാണ് താൻ വിശ്വസിക്കുന്നതെന്നുമാണ് നടി പറയുന്നത്. ഈ സംഭവം നടന്നതിന് ശേഷം ഒരു ഉളുപ്പുമില്ലാതെ അയാൾ തൻ്റെ മുന്നിലിരുന്ന് ചോറും മീൻകറിയും തൈരും കൂട്ടിക്കഴിച്ച കാര്യവും അവർ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിൽ പോലും അയാൾ ലൈംഗികത കലർത്തിയാണ് സംസാരിച്ചതത്രേ. അയാൾ പിന്നീട് തന്നെ അവിടെ അടിച്ചിട്ടതായും ഒടുവിൽ അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നുവെന്നുമാണ് നടിയുടെ മൊഴി. അതീവ ഗുരുതരമാണ് ഈ മൊഴിയെങ്കിലും തെളിവുകൾ സംഘടിപ്പിക്കുക അന്വേഷണ സംഘത്തെ സംബന്ധിച്ച പ്രധാന വെല്ലുവിളിയായിരിക്കും. നടി പറഞ്ഞ പ്രകാരമാണെങ്കിൽ സംഭവം നടന്നിട്ടിപ്പോൾ 7 വർഷം പിന്നിട്ട് കഴിഞ്ഞു. മസ്കറ്റ് ഹോട്ടലിൽ നിന്നും CCTV ദൃശ്യമടക്കം കണ്ടെത്തുക അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടാകും. ഏത് റൂമിലാണ് സിദ്ദിഖ് അന്ന് താമസിച്ചതെന്നും ആ സമയം ആരൊക്കെയായിരുന്നു ഹോട്ടലിൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നതെന്നും കണ്ടെത്തേണ്ടതുണ്ട്. ഇവരുടെ മൊഴിയും പോലീസിന് രേഖപ്പെടുത്തേണ്ടതായി വരും. മാത്രമല്ല, സിദ്ദിഖ് നടിയെ റൂമിൽ പൂട്ടിയിട്ട് പുറത്തുപോയി എന്ന് പറയുമ്പോൾ ഈ വിവരം ഹോട്ടലിലെ റിസപ്ഷനിൽ വിളിച്ചു പറയാൻ റൂമിൽ ഫോൺ ഇല്ലായിരുന്നു എന്ന ചോദ്യവും സ്വാഭാവികമായും ഉയരുന്നുണ്ട്. നടിയെ പൂട്ടിയിട്ട വിവരം മൊബൈൽ ഫോണിലൂടെ ആരെയെങ്കിലും അറിയിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് എന്നതിനും അന്വേഷണ സംഘത്തിന് ഉത്തരം കണ്ടെത്തേണ്ടതായി വരും. ബലാത്സംഗം കഴിഞ്ഞ ശേഷം തൻ്റെ മുന്നിൽ നിന്നും സിദ്ദിഖ് ഭക്ഷണം കഴിച്ചതായി നടി പറയുന്നതിൻ്റെ വിശ്വാസ്യത ഉറപ്പുവരുത്താൻ സിദ്ദിഖിന് ഭക്ഷണം എത്തിച്ച ഹോട്ടലിലെ ജീവനക്കാരനെയും ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ്. ബലമായി നടിയെ പിടിച്ചുവെച്ച് ബലാത്സംഗം ചെയ്ത് ഒരു റൂമിലേക്ക് ഹോട്ടലിലെ സ്റ്റാഫ് ഭക്ഷണം കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായും അതേക്കുറിച്ച് ആ സ്റ്റാഫിനും ചിലത് പറയാനുണ്ടാകും. ഇത്തരം അവസരത്തിൽ നടിക്ക് തന്നെ ഹോട്ടലിലെ സ്റ്റാഫിനോട് വിവരം പറയാൻ കഴിയുമെന്നിരിക്കെ ആ അവസരം ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അതും സംശയകരമാണ്. പിന്നീട് കിട്ടിയ ഒരു ഗ്യാപ്പിൽ താൻ റൂമിൽ നിന്നും ഇറങ്ങിപ്പോയെന്നും എങ്ങനെയെങ്കിലും വീട്ടിൽ പോയാൽ മതിയെന്ന ചിന്ത മാത്രമാണ് ഉണ്ടായതെന്നുമാണ് നടി പറയുന്നത്. ഹോട്ടലിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന ഘട്ടത്തിലെങ്കിലും ഹോട്ടലിന്റെ റിസപ്ഷനിൽ തനിക്ക് നേരിട്ട പീഡനം നടിക്ക് പറയാമായിരുന്നു. എന്നാൽ അതും ഇവിടെ സംഭവിച്ചിട്ടില്ല. മസ്കറ്റ് ഹോട്ടലിനെ പോലെ സർക്കാർ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഹോട്ടലിലെ അധികൃതരെ പീഡന വിവരം അറിയിച്ചാൽ സിദ്ദിഖ് പീഡിപ്പിച്ചാലും ഇല്ലെങ്കിലും യുവനടി ഇങ്ങനെ ഒരു പരാതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കടുത്ത നടപടി സിദ്ദിഖിനെതിരെ അപ്പോൾ തന്നെ ഉണ്ടാകുമായിരുന്നു.
എന്തുകൊണ്ടാണ് ഈ അവസരങ്ങളൊന്നും നടി ഉപയോഗിച്ചില്ല എന്ന ചോദ്യത്തിന് ഉത്തരം അന്വേഷണ സംഘം തന്നെയാണ് കണ്ടെത്തേണ്ടത്. താൻ സംഭവ ദിവസം ഓറഞ്ച് കളർ ഡ്രസ്സാണ് ഇട്ടതെന്നും ഈ സംഭവത്തിന് ശേഷം താൻ പിന്നീട് ആ ഡ്രസ്സ് യൂസ് ചെയ്തിട്ടില്ലെന്നും നടി പറഞ്ഞതിനാൽ ഈ ഡ്രസ്സും തെളിവായി അന്വേഷണ സംഘത്തിന് നൽകേണ്ടി വരും. 7 വർഷം പഴക്കമുള്ള ഈ സാഹചര്യത്തിൽ ഈ ഡ്രസ്സ് ഇനി അവിടെ ഉണ്ടോ, അതല്ലെങ്കിൽ അത് ലഭിച്ചാലും ഫോറൻസിക് പരിശോധനയിൽ സിദ്ദിഖിനെ കുരുക്കുന്ന വല്ല തെളിവും ഇനി ലഭിക്കുമോ എന്നതും പ്രസക്തമായ കാര്യമാണ്. ഈ ചോദ്യങ്ങളെല്ലാം അന്വേഷണ സംഘം ചോദിച്ചാലും ഇല്ലെങ്കിലും പ്രതിഭാഗം വക്കീൽ കോടതിയിൽ ഉയർത്തുമെന്ന കാര്യം ഉറപ്പാണ്. താൻ നടിയെ കാണാൻ പോകുമ്പോൾ ഒപ്പം അവളുടെ രക്ഷിതാക്കൾ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് സിദ്ദിഖ് പറയുന്നത്. സിനിമയുടെ പ്രിവ്യൂ കാണാൻ തന്റെ രക്ഷിതാക്കൾ ഉണ്ടായിരുന്നതായി നടിയും ചില അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ മസ്കറ്റ് ഹോട്ടലിലും രക്ഷിതാക്കൾ വന്നിരുന്നു എന്നതിലും പോലീസിന് ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. മാത്രമല്ല, സിദ്ദിഖ് തന്നെ ഉപദ്രവിച്ച കാര്യം നടി രക്ഷിതാക്കളോട് പറഞ്ഞു എന്നതിനും പറഞ്ഞില്ലെങ്കിൽ അത് എന്തുകൊണ്ട് എന്നതിനും വ്യക്തത വരേണ്ടതുണ്ട്. പീഡന വിവരം അറിഞ്ഞിട്ടും അത് മറച്ചുവെച്ചാൽ രക്ഷിതാക്കൾ ആയാൽ പോലും അത് ക്രിമിനൽ കുറ്റമാണ്. അവർ ക്രിമിനൽ നടപടി നേരിടേണ്ടതായി വരും. നിയമത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യവും വിദ്യാഭ്യാസവുമുള്ള ഈ നടി തന്നെ പരാതി നൽകാൻ 7 വർഷമെടുത്ത സ്ഥിതിക്ക് പ്രതിക്കെതിരെ ചാടിക്കയറി നടപടി സ്വീകരിക്കുന്നതിന് മുമ്പ് എല്ലാ വശങ്ങളും കൃത്യമായി മനസ്സിലാക്കാൻ തന്നെയാണ് അന്വേഷണ സംഘവും തീരുമാനിച്ചിരിക്കുന്നത്. തനിക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന നടന്നതായ സിദ്ദിഖിന്റെ പരാതിയും പ്രത്യേക അന്വേഷണ സംഘത്തിന് DGP കൈമാറിയതിനാൽ ഈ പരാതിയിൽ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും അന്വേഷണമുണ്ടാകും. താൻ അഭിനയിച്ച ഒരു സിനിമയുടെ പ്രിവ്യൂ ഷോയ്ക്ക് എത്തിയപ്പോൾ നടിയോട് മോശമായി സംസാരിച്ചു എന്നതായിരുന്നു അന്നത്തെ ആരോപണമെന്നും പിന്നീട് പലതവണ സോഷ്യൽ മീഡിയകൾ വഴിയും മാധ്യമങ്ങൾ വഴിയും വ്യത്യസ്തമായ ആരോപണങ്ങളാണ് നടി ഉന്നയിച്ചിരിക്കുന്നതെന്നുമാണ് സിദ്ദിഖ് പരാതിയിൽ പറയുന്നത്. ചില സമയങ്ങളിൽ താൻ മോശമായി സംസാരിച്ചുവെന്നും പിന്നീട് ബലാത്സംഗം ചെയ്തുവെന്നും മാറ്റി പറയുന്നു. ഇപ്പോൾ പോക്സോ കേസ് വരുന്ന തരത്തിൽ പ്രായപൂർത്തിയാകുന്നതിന് മുൻപാണ് താൻ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടതെന്നാണ് നടി ആരോപിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് പിന്നിൽ ഒരു പ്രത്യേക അജണ്ട തന്നെ ഉണ്ടെന്നതാണ് സിദ്ദിഖിന്റെ ആരോപണം. ചൈനയിൽ മെഡിസിൻ പഠിക്കാൻ പോയ ഇവർ സഹപാഠിയുടെ നഗ്ന ഫോട്ടോ എടുത്തുവെന്നും ഇതിന്റെ പശ്ചാത്തലത്തിൽ ആ സ്ഥാപനത്തിൽ നിന്നും പുറത്താക്കിയെന്നുമുള്ള വിവരം ഒരു ഫാഷൻ ഷോ കോർഡിനേറ്റർ വഴി താൻ കേട്ടിട്ടുണ്ടെന്നും സിദ്ദിഖ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇക്കാര്യത്തെക്കുറിച്ച് അറിയാൻ അന്വേഷണ സംഘം അഥവാ തീരുമാനിച്ചാൽ ചൈനയിലെ ഇന്ത്യൻ എംബസിയുടെ സഹായവും തേടേണ്ടതായി വരും. 2021 ചില ആളുകൾ തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ ഇതേ നടി ഫേസ്ബുക്കിൽ 12ഓളം പേരുടെ ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു. എന്നാൽ 3 ദിവസത്തിനു ശേഷം തന്നെ ആരും റേപ്പ് ചെയ്തിട്ടില്ലെന്ന മറ്റൊരു പോസ്റ്റും അവർ ഇട്ടിരുന്നു. ഇതിന്റെ വിശദാംശങ്ങളും പുതിയ സാഹചര്യത്തിൽ അന്വേഷണ സംഘത്തിന് തേടാതിരിക്കാൻ കഴിയില്ല. എന്തായാലും അന്വേഷണം മുറുകുന്നതോടെ ഏറെ പ്രശ്നത്തിലാവുന്നത് പ്രമുഖർ തന്നെയാണ്. നന്ദി.